सर्वेषे ओम कृष्णप्रिये नमः ओम विष्णुप्रिये नमः ओम रामप्रिये नमः प्रसीदे तुलसी देवी प्रसीदे हरिवल्लभे क्षीरे मध्य देवी तुलसी നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രജിത്ര വരുൺ. ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് ചെയ്യണം, പൂർത്തിയാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു പുതിയ വർഷത്തേക്ക് ഒരു പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ആ ചാനലിൻ്റെ പേര് ഭഗവാനും തുളസി തീർത്ഥം എന്നൊരു നാമമാണ് അതിനിട്ടിരിക്കുന്നത്. ഈ നാമം ഇടാൻ കാരണം തുളസി ദേവിയോടുള്ള ഒരു ഇഷ്ടം കൂടിയാണ് ഈ നാമം ഒരു ചാനലിന് സമർപ്പിച്ചത്. ഭഗവാന്റെയും തുളസി ദേവിയുടെയും തുളസി ചെടിയുടെയൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ നാമം ഇട്ടത് തന്നെ. മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിലമ്മമാർക്ക്, നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയൊക്കെയുള്ള വീട്ടിലമ്മമാർക്കൊക്കെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനുമുള്ളൊരു വഴി കൂടിയാണ് ഇങ്ങനെയുള്ള ചാനലുകൾ. അവർക്ക് സമാധാനം ലഭിക്കാനും കൂടിയുള്ള ഒരു വഴിയാണ് ഇതുപോലുള്ള ചാനൽ തുടങ്ങുക എന്നത്. ഒരുപാട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന അമ്മമാർക്ക് ഇതുപോലുള്ള ചാനലുകൾ തുടങ്ങിയാൽ ടെൻഷനെക്കുറിച്ച്, ആ വലിയൊരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കേണ്ട കാര്യം ഇല്ല. മറ്റ് നമ്മൾക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിന് എന്താണ് ചെയ്യേണ്ടത്, ആ ചാനലിൽ വേണ്ട കണ്ടന്റുകൾ എന്താണ് ചെയ്യേണ്ടത്, അതേക്കുറിച്ച് സമയം കണ്ടെത്താനേ നോക്കുള്ളൂ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇതൊരാശ്രയം, ഒരു ഉപകാരവും ആകട്ടെ. ഇതുപോലുള്ള ചാനലുകൾ തുടങ്ങുന്നവരെ തീർച്ചയായും നല്ല മനസ്സുള്ള ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് എൻ്റെ ഈ പുതിയ ചാനലിന്, പുതിയ വർഷത്തിൽ തുടങ്ങുന്ന ഈ ചാനലിന്, വർഷം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ മുൻപേ ഒരു വർഷത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ പുതിയ വർഷത്തേക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തിത്തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രവണത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ചാനലിൽ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ചാനലിലെ ഈ പേര് ഇട്ടാൽ മതി എന്ന് തോന്നിച്ചതും ഭഗവാൻ തന്നെയാണ്. എനിക്ക് ഈ പേരുമാണ് ഇഷ്ടമായതും, അതുകൊണ്ട് തന്നെ ഈ പേരാണ് ഇതിൽ ചേർത്തത്. ഇത് മാത്രമല്ല, ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകാതെ ഒരുപാട് ദുഃഖിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു തുണയും സഹായവുമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. കഴിയാവുന്നത്രേ ഓരോരുത്തരും ചാനലൊക്കെ തുടങ്ങി അവരവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം ഞാൻ ഈ തുടങ്ങിയ ചാനലുകളും എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹവും എല്ലാവിധത്തിലെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും എനിക്കുണ്ടെങ്കിൽ, എനിക്കൊപ്പം നിങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങളെപ്പോലെ തന്നെ ഭഗവാനും എൻ്റെ കൂടെ നിന്ന് ഈ ചാനലിനെ വളർത്തിയെടുക്കുമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരെയും
സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് ഒരുപാട് ആൾക്കാരുടെ ചാനലുകൾ വളർത്തിയെടുത്തതുപോലെ എൻ്റെ ഈ ചാനലും നിങ്ങൾ വളർത്തിയെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ഒരു ചാനലിൽ നിന്നും എന്താണോ ചെയ്യാൻ തോന്നുന്നത്, മോശമല്ലാത്ത എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഞാനിതിൽ ചെയ്യുന്നതാണ്. എൻ്റെ ഈ വാക്കുകൾ സരസ്വതി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. പോരാത്തത് അമ്മയുടെ ഒരു ശ്ലോകം കൂടി ഞാനിതിൽ ചൊല്ലിയിടുകയാണ്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ പത്മപത്രവിശാലാക്ഷി പത്മകേസരവർണിനി നിത്യം പത്മാലയാം ദേവി സാമാം ആദി സരസ്വതി. അമ്മേ സരസ്വതി ദേവി, എൻ്റെ വാക്കുകൾ ഭഗവതിയുടെ പദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. അമ്മേ മഹാമായി, ഈ ചാനലിന് വേണ്ട ശബ്ദം കൊടുക്കാനുള്ള അറിവും ശക്തിയും ഊർജവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ സരസ്വതി ദേവി, ഈ വാക്കുകളിലൂടെ ഈ ചാനൽ മുന്നോട്ട് നയിക്കാൻ അമ്മയുടെ അനുഗ്രഹം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. മാതാവേ കാക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. എന്നെ പരിചയപ്പെടുത്താനും ചാനൽ പരിചയപ്പെടുത്താനും ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തതാണ്. ഇനി തുടർന്ന ദിവസങ്ങളിൽ എന്നെക്കൊണ്ടാകുന്ന വിധത്തിലുള്ള വീഡിയോസ് ഞാൻ ഇട്ടുകൊള്ളുന്നതാണ്. മാത്രമല്ല, എല്ലാവർക്കും ഈ ചാനലിൽ എന്താണോ ഇഷ്ടമുള്ളത് അത് തീർച്ചയായും കമൻറ്റ് ബോക്സുകളിലൊക്കെ പറയുക. ദൈവം എല്ലാവരുടെയും കൂടെ ഉണ്ടല്ലോ. എല്ലാവരുടെ കാര്യങ്ങളും അറിയാനും കേൾക്കാനും ചിരിക്കാനും ഒക്കെ ഇതുപോലുള്ള ചാനലുകൾ സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആരെയും തടസ്സപ്പെടുത്താതെ അവനവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാനിതാ എല്ലാവരോടും പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെയും ഭഗവതിയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഈ വീഡിയോ ഉള്ളൂ. ഭഗവാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഓം ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.